എല്ലാവർക്കും റൂട്ടഡ് ആവിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗംഗാ നദിയെക്കുറിച്ചുള്ള കീ പോയിന്റ്സ് ആണ്. എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഗംഗാ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഹിമാദ്രിയിലെ ഗോമുഖ് കുന്നുകളിലെ ഗംഗോത്രി ഹിമാനയിൽ നിന്നുമാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. എവിടുന്നാണ്? ഹിമാദ്രിയിലെ ഗോമുഖ് കുന്നുകളിലെ ഗംഗോത്രി ഹിമാനയിൽ നിന്നുമാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഗംഗാ നദിയുടെ നീളം എത്രയാണ്? 2525 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം. ഇനി ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നതെന്ന് നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്? 2008 നവംബർ 4-നാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള നദി ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഗംഗാ നദി തന്നെയാണ്. ഇന്ത്യയിലെ പുണ്യ നദി എന്നറിയപ്പെടുന്നതും ഗംഗ നദിയാണ്. ഗംഗാ നദിയുടെ ഉത്ഭവം ഏത് നദിയായിട്ടാണ്? ഭഗീരഥി നദിയായിട്ടാണ് പറയുന്നത്. ഭഗീരഥി നദിയും അളകനന്ദ നദിയും ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് ഗംഗാ നദിയായിട്ട് ഒഴുകുന്നു. അപ്പോൾ ഭഗീരഥി നദിയും അളകനന്ദ നദിയും എവിടെയാണ് ഒരുമിക്കുന്നത്? ദേവപ്രയാഗിൽ ചേർന്നിട്ടാണ് എന്താവുന്നത്? ഗംഗാ നദിയായിട്ട് ഒഴുകുന്നത്. അളകനന്ദ നദിയുടെ തീരത്തുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ബദ്രിനാഥ്. വളരെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ബദ്രിനാഥ്. അതെവിടെയാണ്? അളകനന്ദ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മന്ദാകിനി നദിയുടെ തീരത്തുള്ള തീർത്ഥാടന കേന്ദ്രമാണ് കേദാർനാഥ്. ഏതാണ്? കേദാർനാഥ്. അളകനന്ദ നദിയും മന്ദാകിനി നദിയും കൂടിച്ചേരുന്നത് രുദ്രപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. എവിടെയാണ്? രുദ്രപ്രയാഗ്. ഉത്തരാഖണ്ഡിൽ ഗംഗാ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഋഷികേശും ഹരിദ്വാറുമാണ്. 2 പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് ഋഷികേശും ഹരിദ്വാറും. ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ നിന്നാണ്? ഹരിദ്വാർ. എന്താണ്? ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ നിന്നാണ്? ഹരിദ്വാർ. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എവിടെയാണ് കുറവ്? ജാർഖണ്ഡിലാണ് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ഗംഗാ നദി ഒഴുകുന്നത്. ഗംഗാ നദിയുടെ തീരത്തുള്ള ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനൌജ്, കാൺപൂർ, പ്രയാഗ്രാജ്, വാരണാസി. പ്രയാഗ്രാജിന്റെ പഴയ പേര് അലഹബാദ്. എന്താണ്? അലഹബാദാണ് പ്രയാഗ്രാജിന്റെ പഴയ പേര്. ഗംഗാ നദിയുടെ തീരത്തുള്ള ബീഹാറിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണ്? പാട്ന, ഭഗൽപൂർ, സോൺപൂർ. എന്താണ്? ഗംഗാ നദിയുടെ തീരത്തുള്ള ബീഹാറിലെ പ്രധാന പട്ടണങ്ങളാണ് പാട്ന, ഭഗൽപൂർ, സോൺപൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗചന്ത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സോൺപൂരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗചന്ത സ്ഥിതി ചെയ്യുന്നത്. വിക്രമശില വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭഗൽപൂർ. വിക്രമശില വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയാണ്? ഗംഗാ ഡോൾഫിനെയാണ്. ഗംഗാ ഡോൾഫിൻ ആണ് വിക്രമശില വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009-ലാണ്. 2009-ലാണ് ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. 2023-ൽ ഗംഗാ ഡോൾഫിനെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2023-ൽ ഗംഗാ ഡോൾഫിനെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്.
ഗംഗാ നദി ഏറ്റവും കുറവ് ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഗംഗാ നദി ജലം ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നത് തടയാൻ നിർമ്മിച്ച ബാരേജാണ് ഫറാക്ക ബാരേജ്. ഫറാക്ക ബാരേജിന്റെ സഹായത്തോടെ ഗംഗാ നദിയിലെ ജലം ഒഴുക്കുന്ന നദി ഹൂഗ്ലി നദിയാണ്. ഹൂഗ്ലി നദിയാണ്. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ എന്നാണ്. എന്താണ്? പത്മ. ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദി ബ്രഹ്മപുത്ര നദിയുമായി ചേർന്ന് മേഘന നദിയായി ഒഴുകുന്നു. എന്താണ് പേര്? മേഘന. ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന നദിയാണ്. ഉത്ഭവം എവിടെയാണ്? യമുന നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹിമാദ്രിയിലെ യമുനോത്രി ഹിമാലയയിൽ നിന്നാണ്. യമുന നദിയുടെ പ്രാചീന പേരെന്താണ്? കാളിന്തി എന്നാണ് യമുന നദി പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഗംഗാ നദിയിൽ യമുന നദി വന്നു ചേരുന്നത് പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ഏത് നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്? യമുനയുടെ തീരത്താണ്. ത്രിവേണി സംഗമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഗംഗ, യമുന, സരസ്വതി. ഈ 3 നദികൾ ചേരുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ത്രിവേണി സംഗമം. യമുനയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ടോൺസ്, സിന്ധ്, ചമ്പൽ, കെൻ, ബത്വ. 12 വർഷത്തിൽ ഒരിക്കൽ മഹാകുംഭമേള നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ത്രിവേണി സംഗമത്തിൽ വെച്ചിട്ടാണ്. ഈ 3 നദികൾ യോജിക്കുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ത്രിവേണി സംഗമം എന്ന്. അവിടെ വെച്ചിട്ടാണ് കുംഭമേള, വളരെ പ്രശസ്തമായ കുംഭമേള നടക്കുന്നത്. കുംഭമേളകൾ നടക്കുന്ന മറ്റു സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. എവിടെയൊക്കെയാണ് മറ്റു കുംഭമേളകൾ നടക്കുന്നത്? ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാം ഗംഗയാണ്. എന്താണ് പേര്? രാം ഗംഗ. ഓർത്തിരിക്കുക. മധ്യപ്രദേശിലെ അമൽകട്ട് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? സോം. ഏതാണ്? സോം. നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദി ഘാഗ്ര. എന്താണ്? ഘാഗ്ര. അയോധ്യ സ്ഥിതി ചെയ്യുന്ന നദീതീരം സരയു. ഏത് നദീതീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്? സരയു. സരയു നദി ചെന്നു ചേരുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഘാഗ്ര. ലക്നൗ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗോമതി. ഏത് നദിയുടെ തീരത്താണ് ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത്? ഗോമതി. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗാണ്ഡക്. ഏതാണ്? ഗാണ്ഡക്. ഓക്കെ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദാമോദർ നദിയാണ്. ബീഹാറിന്റെ ദുഃഖം ഏതാണ്? കോസി നദി. ഒഡീഷയുടെ ദുഃഖം ഏതാണ്? മഹാനദി. ആസാമിന്റെ ദുഃഖം ഏതാണ്? ബ്രഹ്മപുത്ര. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഛോട്ടാ നഗർ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് ഹൂഗ്ലി നദിയിൽ പതിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? ദാമോദർ നദിയാണ്. എന്താണ്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഛോട്ടാ നഗർ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് ഹൂഗ്ലി നദിയിൽ പതിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? ദാമോദർ നദി. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധ ഉദ്ദേശ നദീ പദ്ധതിയാണ് ദാമോദർ നദി പദ്ധതി. അമേരിക്കൻ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ് ആ പദ്ധതിയുടെ പേര്? ദാമോദർ നദി പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും അപകടം പിടിച്ച നദിയാണ് കോസി നദി. കോസി നദി പദ്ധതി എന്നറിയപ്പെട്ടിരുന്നത്, കോസി നദി പദ്ധതി ഉണ്ടാക്കിയത് ഏതാണ്? ഇന്ത്യയും നേപ്പാളും ചേർന്നിട്ടാണ് കോസി പദ്ധതി രൂപീകരിച്ചത്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും കോസി നദിയാണ്. ഗംഗ ആക്ഷൻ പ്ലാൻ ഏത് വർഷത്തിലാണ് ഉണ്ടായത്? 1986. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. 100% കേന്ദ്രാവിഷ്കൃത പരിപാടിയാണ് ഇത്. 1993 ഗംഗ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി ദേശീയ നദീ സംരക്ഷണ പദ്ധതി ഉണ്ടായി. ഓക്കെ, NRCP ഉണ്ടായി. ഏത് വർഷമാണ്? 1993. ഗംഗാ നദി ജല കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് ഗംഗാ നദി ജല കരാറിൽ ഒപ്പിട്ടത്. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? HD ദേവഗൌഡയായിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അന്നത്തെ ബംഗ്ലാദേശ് പ്രസിഡന്റ് ആരായിരുന്നു? ഷെയ്ഖ് ഹസീനയായിരുന്നു. ഷെയ്ഖ് ഹസീനയും HD ദേവഗൌഡയും ചേർന്നിട്ടാണ് ഈ കരാറിൽ ഒപ്പിട്ടത്.
ഇനി നമ്മുടെ പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന പദ്ധതിയാണ് നമാമി ഗംഗ. 2014 ഈ പദ്ധതി ഉണ്ടായത്. താങ്ക് യു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അത് എഴുതി തന്നെ നിങ്ങൾ പഠിക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.